നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം തുടങ്ങി CPM. മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി വി വസീഫ് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. പാലക്കാട്ടെ സ്ഥാനാർത്ഥി എ വിജയരാഘവന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം തുടങ്ങി അണികൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ഭരണം തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തീരുമാനിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗിന് എത്ര സീറ്റെന്നല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ. വല്ലപ്പുഴയിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പ്രധാന പ്രതി കോങ്ങാട് തോട്ടുപാലം സ്വദേശി ബിജീഷിനെയാണ് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതോടെ 7 കവിതയുടെ വസന്തം വിടർത്തി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതാ കാർണിവൽ തുടങ്ങി. 3 ദിവസത്തെ കാർണിവൽ കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. 100ഓളം കവികളും സാമൂഹ്യ പ്രവർത്തകരുമാണ് കവിതാ കാർണിവലിൽ പങ്കെടുക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് വീണ്ടും യുവനേതാവിനെ രംഗത്തിറക്കി CPM. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിനെ CPM നേതൃത്വം പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പ്രചാരണവും ആരംഭിച്ചു. തേഞ്ഞിപ്പാലത്ത് നിന്നും ആരംഭിച്ച് മഞ്ചേരി, പെരിന്തൽമണ്ണ, മലപ്പുറം, വേങ്ങര തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലൂടെ LDF സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തി. കോഴിക്കോട് കൊടിയത്തൂർ വളപ്പിൽ വീരാൻകുട്ടി വഹീദ ദമ്പതികളുടെ മകനാണ് വസീഫ്. M.Ed എഡ്യൂക്കേഷനിൽ മാസ്റ്റർ ബിരുദധാരിയായ വസീഫ് കൂമ്പാറ FM ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനാണ്. കോഴിക്കോട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായിരുന്ന വസീഫ് ആദ്യമായാണ് പൊതുതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുസ്ലിം ലീഗിന് ആഴത്തിൽ വേരോട്ടമുള്ള മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ വസീഫിൻ്റെ കന്നി അംഗം തഴക്കവും പരിചയസമ്പന്നനുമായ മുസ്ലിം ലീഗ് നേതാവിനോടാകുമെന്നുറപ്പാണ്. മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ EK ഇമ്പിച്ചിബാവയും TK ഹംസയും ഒഴിച്ച് CPM മത്സരിക്കാനിറക്കിയത് പോരാട്ട പരിചയമില്ലാത്തവരെയായിരുന്നു. 2004 TK ഹംസ 47,743 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ലീഗിലെ KPA മജീദിനെ പരാജയപ്പെടുത്താനായത് മുസ്ലിം സംഘടനകളിലെ ആദർശ വ്യതിയാനത്തിൻ്റെ പേരിലായിരുന്നു എന്നാണ് വിലയിരുത്തുന്നത്. മണ്ഡലത്തിൽ CPM പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തി തുടങ്ങിയെങ്കിലും അവരെ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ അറിയപ്പെടുന്നവരായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം. 1996 CH ആഷിഖ്, 99 IT നജീബ്, 2014 PK സൈനബ, 2019 2021 VP സാനു എന്നിവരാണ് മത്സരിച്ചത്. വലിയ ഭൂരിപക്ഷത്തിന് ഈ സ്ഥാനാർത്ഥികളെല്ലാം തോൽക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര സർക്കാരിന് എതിരെയുള്ള മതേതര നിലപാടുകളും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളും പ്രചരണമാക്കി കോഴിക്കോട് നിന്നുള്ള ഈ യുവ നേതാവിനെ രംഗത്തിറക്കി തിരഞ്ഞെടുപ്പിൽ ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് CPM. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ വി വസീഫ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങി. തേഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച് വള്ളുംബ്രം, മഞ്ചേരി, പാണ്ടിക്കാട്, പട്ടിക്കാട്, പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം, മലപ്പുറം, വേങ്ങര തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിലൂടെ റോഡ് ഷോ നടത്തി. CPM, DYFI ജില്ലാ നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലത്തിലും സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനെ രംഗത്തിറക്കി CPM മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇറങ്ങുമ്പോൾ പാലക്കാട് ഇത്തവണയും പോരാട്ടം തീപാറും. CPM കാലങ്ങളായി കുത്തകയാക്കി വച്ചിരുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് VK ശ്രീകണ്ഠനെ ഇറക്കി UDF തിരിച്ചുപിടിച്ചത്. 3ാം അംഗത്തിനിറങ്ങിയ MP രാജേഷാണ് VK ശ്രീകണ്ഠനോട് അടിയറവ് പറഞ്ഞത്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിശിയടിച്ച വലതു തരംഗത്തിനൊപ്പം പാലക്കാടും നിൽക്കുകയായിരുന്നു. എന്നാൽ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെ CPM പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലും മറ്റും A. വിജയരാഘവന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ അണികളുടെ പേജുകളിൽ നിറഞ്ഞു കഴിഞ്ഞു. അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥി പര്യടനം ഉൾപ്പെടെയുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കും. പാർട്ടിയുടെ ഏറ്റവും സമുന്നത ഘടകത്തിലുള്ള ആൾ മത്സരരംഗത്തിറങ്ങുന്നതുകൊണ്ട് തന്നെ താഴെത്തട്ട് മുതൽ ശക്തമായ പ്രചാരണത്തിനാണ് CPM കൊപ്പുകൂട്ടുന്നത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ ഭരണം തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തീരുമാനിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഫാസിസത്തിനെതിരെ രാജ്യത്തെ ഏകോപിപ്പിച്ച് നിർത്താൻ ഇന്ത്യ മുന്നണിയിൽ ശക്തമായി നിലകൊള്ളുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ആനമങ്ങാട് മണലായിയിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു തങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കുമെന്ന പ്രകോപനപരമായ ചോദ്യങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ലെന്നും കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ പാർട്ടി നീങ്ങുമെന്നും തങ്ങൾ വ്യക്തമാക്കി. ഭരണാധികാരികൾ പ്രതിലോമ ശക്തികളായതാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ഇതിനെതിരെ ജനാധിപത്യ രീതിയിൽ തിരുത്താണ് ആവശ്യമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഇനി രാജ്യത്തിൻ്റെ ഭരണം തീരുമാനിക്കും. ഫാസിസത്തിനെതിരെ രാജ്യത്തെ ഏകോപിച്ച് നിർത്തുകയാണ് വേണ്ടത്. ഇത് മുസ്ലിം ലീഗിന് തനിച്ചു സാധ്യമാകുമെന്ന് അവകാശപ്പെടുന്നില്ല. ഇന്ത്യ മുന്നണിയോടൊപ്പം മുസ്ലിം ലീഗ് ശക്തമായി നിലകൊള്ളുമെന്നും കോൺഗ്രസിനെ മുസ്ലിം ലീഗ് കാലാകാലങ്ങളായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നാളെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുവാൻ പോകുന്നത് എന്നുള്ള ഒരു രാഷ്ട്രീയ മാറ്റം രാജ്യത്ത് പ്രകടമായിട്ടുണ്ട്. കർണാടകയും കേരളവും തമിഴ്നാടും തെലുങ്കാനയും ഒക്കെ അതിൻ്റെ അകേളികൊട്ട് തുടങ്ങിയിരിക്കുകയാണ്. മുമ്പ് UP ആരാണോ ഭരിച്ചിരുന്നത് അവരാണ് ഇന്ത്യ ഭരിക്കുക എന്നാണ്, അങ്ങനെ ഒരു ധാരണ അല്ലെങ്കിൽ അത്തരം ഒരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് മാറ്റേണ്ടതുണ്ട്. ഫാഷിസം പിടിമുറുക്കിയ ആ പ്രദേശം അതിനെ തിരുത്തുവാൻ തെന്നിന്ത്യക്ക് സാധിക്കും. ഇവിടെ നമ്മൾ ഇന്ത്യയെ വിഭജിക്കുകയല്ല. സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയും ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്. അത് നമ്മളായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതുമല്ല. എന്നാൽ സൗത്ത് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത് രാജ്യത്തെ രക്ഷപ്പെടുത്തുവാനുള്ള രാഷ്ട്രീയമാണ്. കർണാടകയിലാണ് അതിൻ്റെ തുടക്കം കുറിച്ച് നമുക്കറിയാം. പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ അവിടുത്തെ ഭരണകൂടം അന്നത്തെ ഭരണകൂടം കർണാടക ഭരിച്ചിരുന്ന BJP ഭരണകൂടം അവിടുത്തെ ജനങ്ങൾക്ക് പ്രകോപനങ്ങൾ ഉണ്ടാക്കി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് എത്ര സീറ്റിൽ മത്സരിക്കുന്നുവെന്ന് പലരും പ്രകോപനരായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കേരളത്തിലെ 20 സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള ദൃഢനിശ്ചയത്തോടെ മുസ്ലിം ലീഗ് നീങ്ങുകയാണെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി. ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും മുസ്ലിം ലീഗ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് മതേതരത്വത്തെ ശക്തിപ്പെടുത്താനാണ്, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുവാനാണ്. അതിനുള്ള നല്ലൊരു മുന്നേറ്റം കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കുവാനുള്ള അവസരം വന്നിരിക്കുന്നു. രാജ്യത്തിനുള്ളൊരു സന്ദേശമാണ് ഇപ്പോൾ വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുവാനുള്ളതാണ്. താമസമിന ഇലക്ഷൻ ഡേറ്റൊക്കെ പ്രഖ്യാപിക്കും എന്നാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അതിൽ നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ആരായിരുന്നാലും പ്രത്യേകിച്ചിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ്. മലപ്പുറം മണ്ഡലത്തിൽ പെട്ടുന്നു, പൊന്നാനി മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നു. പലരും നമ്മളങ്ങനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, മുസ്ലിം ലീഗ് എത്ര എണ്ണത്തിലാണ് മത്സരിക്കുന്നത്, 2-ലോ 3-ലോ ഒന്നും. നമ്മൾ 2-ലും 3-ലും അല്ല, 20 സീറ്റുകളിലും മുസ്ലിം ലീഗ് തന്നെയാണ് കേരളത്തിൽ മത്സരിക്കുന്നത്. ആ 20 സീറ്റുകളുടെയും വിജയമാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിജയം ആ 20 മണ്ഡലങ്ങളിലും ഉണ്ടായിരിക്കണം എന്ന ദൃഢനിശ്ചയത്തോടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന് ഉള്ള നമ്മുടെ ഏറ്റവും വലിയ തട്ടകമാണ് മലപ്പുറം മണ്ഡലം, പൊന്നാനി മണ്ഡലം ജില്ലാ. പ്രവർത്തകർ ഒന്നാകെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുവാനും തങ്ങൾ ആവശ്യപ്പെട്ടു. 40 വർഷത്തോളം മണലായിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്ന തുള്ളിയത്ത് മാനു ഹാജിയുടെ
നാമധേയത്തിലുള്ള കോൺഫറൻസ് ഹാളും 10 വർഷം ഗ്രാമപഞ്ചായത്ത് അംഗവും ദീർഘകാലം മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുകയും ചെയ്ത തൂളിയത്ത് അബു ഹാജിയുടെ നാമധേയത്തിലുള്ള സേവന കേന്ദ്രവും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. PT സെയ്ദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA, നജീബ് കാന്തപുരം MLA, മുൻ മന്ത്രി സൂപ്പി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്ത്, അസ്കർ ഫാറൂഖ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജനറൽ സെക്രട്ടറി S. അബ്ദുസലാം, ദളിത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ശശിധരൻ, നാലകത്ത് ഷൗക്കത്ത്, താണിപ്പ ഹാജി, ബഷീർ ചോലക്കൽ, TK ഹംസ, CT നൌഷാദ് അലി, MP അബ്ദുൽ മജീദ്, സലാം മണലായ തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ 60 വയസ്സ് കഴിഞ്ഞ 75 മുസ്ലിം ലീഗ് പ്രവർത്തകരെ നജീബ് കാന്തപുരം MLA ആദരിച്ചു. വല്ലപ്പുഴയിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ഈ കേസിലെ പ്രധാന പ്രതിയായ കോങ്ങാട് തോട്ടുപാലം പൂളക്കുണ്ട് വീട്ടിൽ 27-കാരനായ ബിജീഷിനെയാണ് പ്രത്യേക സംഘം പാലക്കാട് വെച്ച് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ജനുവരി 31 രാവിലെ 10 മണിക്കാണ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന കോയമ്പത്തൂർ സ്വദേശിയെ വല്ലപ്പുഴ ചൂരക്കോട് വെച്ച് ഇന്നോവ കാറിലും സിയാസ് കാറിലുമായി വന്ന സംഘം ആക്രമിച്ച് വാഗണർ കാറും പണവും തട്ടിയെടുത്തത്. തുടർന്ന് ആക്രമികൾ വാഗണർ കാർ ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സംഭവത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ്, ഷൊർണൂർ DSP PC ഹരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ CCTV ക്യാമറകൾ പരിശോധിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ബിജീഷിനെ കൂടി പിടികൂടിയതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. ബിജീഷിനെ കവർച്ച, പിടിച്ചുപറി, കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള 12 കേസുകൾ നിലവിലുണ്ട്. ഈ കേസിലെ മറ്റ് പ്രതികൾക്ക് കൊലപാതക കേസുകൾ ഉൾപ്പെടെയുള്ള കേസുകൾ നിലവിലുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ജനകീയ സമരയാത്ര 29-ന് തുടങ്ങും. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പര്യടനം നടത്തുന്ന യാത്ര മാർച്ച് 9-ന് മണ്ണാർക്കാട് നഗരസഭയിൽ സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണാർക്കാട് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് റഷീദ് ആലായൻ ജാഥ നായകനും ജനറൽ സെക്രട്ടറി ഹുസൈൻ കോളശ്ശേരി ഉപനായകനും ട്രഷറർ K. ആലിപ്പു ഹാജി ഡയറക്ടറുമായ യാത്രയാണ് വ്യാഴാഴ്ച അലനല്ലൂർ മേഖലയിൽ നിന്നും ആരംഭിക്കുന്നത്. സമരയാത്ര മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA ഉദ്ഘാടനം ചെയ്തു. രാത്രി 7-ന് അലനല്ലൂർ ടൗണിൽ സമാപന സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് മുഖ്യപ്രഭാഷണം നടത്തും. മാർച്ച് 1-ന് എടത്തനാട്ടുകര മേഖലാ സമരയാത്ര മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കലടി അബൂബക്കർ ഉദ്ഘാടനം ചെയ്യും. രാത്രി കോട്ടപ്പള്ളിയിൽ സമാപന സമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഉദ്ഘാടനം ചെയ്യും. മാർച്ച് 2-ന് കോട്ടപ്പാടം പഞ്ചായത്തിൽ സമരയാത്ര മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TA സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം കൊടക്കാട് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്യും. യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട് പ്രസംഗിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ കുമരംപുത്തൂർ, തെങ്കര എന്നീ പഞ്ചായത്തുകളിലെ പര്യടനത്തിനു ശേഷം മണ്ണാർക്കാട് ടൗണിൽ ബഹുജന റാലിയോടെ സമരയാത്ര സമാപിക്കും. അലനല്ലൂർ പഞ്ചായത്തിലെ കർക്കടാമെന്ന ഉണ്ണിയാലിൽ നിന്ന് 1-ാം ദിനം 29-ന് ആരംഭിക്കും. പദയാത്രയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കമ്മിറ്റി ആഗ്രഹിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒഴിവ് പരിശോധിച്ച് സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് പാണക്കാട് വസതിയിൽ നിന്ന് പതാക ഏറ്റുവാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നേതാക്കന്മാരുടെ ഒഴിവ് കൂടി അനുസരിച്ചാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. 29-ന് പ്രയാണം ആരംഭിക്കുന്നത് പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മലപ്പുറം ജില്ലാ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് MLA അവരുകളാണ്. അന്നത്തെ സമാപനം അലനല്ലൂർ ടൗണിലാണ്. പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരമാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രമേയ പ്രഭാഷണം നടത്തുന്ന MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസാണ്. 2-ാം ദിനം എടത്തനാട്ടുകര മേഖലയിലാണ് ജാഥ പര്യടനം നടത്തുന്നത്. അവിടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസാണ് സമാപന പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നത്. 3-ാമത്തെ ദിവസം കോട്ടപ്പാടം പഞ്ചായത്തിൽ
സംസ്ഥാന ലീഗ് സെക്രട്ടറി മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ പൊതുസമ്മേളനം കൊടക്കാട് വെച്ച് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് റഷീദ് ആലായൻ, ജനറൽ സെക്രട്ടറി ഹുസൈൻ കോൾശ്ശേരി, ട്രഷറർ കെ ആലിപ്പു ഹാജി, സെക്രട്ടറി റഷീദ് മുത്തനിൽ, ഷമീർ പഴേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി ഗവൺമെൻറ് കോളേജിൽ കവിതയുടെ കാർണിവലിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് കവിതയുടെ കാർണിവൽ നടത്തുന്നത്. കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. 3 നാൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ കവിതോത്സവത്തിനാണ് പട്ടാമ്പി ശ്രീനീലകണ്ഠം ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ തുടക്കമായത്. മായുന്നാതിരുകൾ മായുന്ന സർഗാത്മക ലോകം എന്ന വിഷയവുമായാണ് കവിതാ കാർണിവലിൻ്റെ 7ാം പതിപ്പ് നടത്തുന്നത്. മലയാള വിഭാഗം കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് കവിതയ്ക്ക് മാത്രമായുള്ള ഈ ദേശീയോത്സവം നടത്തുന്നത്. കവി സച്ചിദാനന്ദൻ കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. നിർവചനങ്ങളിൽ നിന്നും തെന്നിമാറുന്ന സമീപനമാണ് കവിതയ്ക്കുള്ളതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കവി സച്ചിദാനന്ദൻ സൂചിപ്പിച്ചു. കവിതാലാപനവും അദ്ദേഹം നടത്തി. അനേകം സിദ്ധാന്തങ്ങളിലൂടെ ധ്വനിയും വക്രോക്തിയും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് സിദ്ധാന്തങ്ങളിലൂടെ കവിത എന്താണ്, എന്താകണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും കവിത എന്ന നിരന്തര പരിണാമിയായ കലാരൂപം അഥവാ ഭാഷാരൂപം ഈ ഒരു കാവ്യമീമാംസയിലും പൂർണ്ണമായും ഒതുങ്ങി നിന്നിട്ടില്ല. കവിത എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ നിയമങ്ങളെ ലംഘിക്കാനോ ചോദ്യം ചെയ്യാനോ സംശയിക്കാനോ ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കവിത ആത്യന്തികമായി നിർവചനങ്ങളിൽ നിന്ന് തെന്നിമാറിപ്പോകുന്നത്. ഏത് രീതിയിൽ അത് നിർവചിക്കാൻ ശ്രമിച്ചാലും ആ നിർവചനം പൂർത്തിയാക്കും മുമ്പേ മറ്റൊരു കവി ആ നിർവചനത്തിൽ ഒതുങ്ങാത്ത ഒരു കവിത എഴുതി കഴിഞ്ഞിരിക്കുമെന്ന് കവിതയുടെ മുഴുവൻ ചരിത്രവും നമ്മോട് പറഞ്ഞു പോന്നിട്ടുണ്ട്. ഇവിടെ ആർക്കും ആരെയും അന്യോന്യ സമ്മതത്തോടെ പ്രണയിക്കാം. പുല്ലിന് പുഴുവിനെ, കുരുവിക്ക് നിലാവിനെ, ഗന്ധർവന് മനുഷ്യനെ, ഓർമ്മയ്ക്ക് സ്വപ്നത്തെ. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു. പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി. ഭൂതം, വർത്തമാനം, ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല. വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല. ഞങ്ങളെല്ലാം മരിച്ചാൽ ചടങ്ങ് ലളിതമാണ്. പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല പൊഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും. ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ഗോത്രമാണ്, ഏറ്റവും ചെറിയതും. ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം. തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങൾ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 5 പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാളുണ്ടാകും. ഒരാൾ ഒറ്റയ്ക്ക്. ഇസ്രായേലിലെ പ്രമുഖ കവി അമീർ ഔർ വിശിഷ്ടാതിഥിയായി. കാർണിവൽ ബുക്ക് കവി KG ശങ്കരപ്പിള്ള പ്രകാശനം ചെയ്തു. മുഹമ്മദ് മൂസിൻ MLA ഏറ്റുവാങ്ങി. തുടർന്ന് KGSന് ആദരവും നൽകി. വി മുസാഫിർ അഹമ്മദ് ആദരവ് പ്രഭാഷണം നടത്തി. കലാപ്രദർശനങ്ങളുടെ ഉദ്ഘാടനം VK ശ്രീരാമൻ നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ VS ജോയ്, PP രാമചന്ദ്രൻ, അലിക്കുട്ടി, ഡോക്ടർ HK സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു. 6 വേദികളിലായി 3 നാളുകളിലായി വിവിധ പരിപാടികളാണ് കാർണിവലിൻ്റെ ഭാഗമായി നടത്തുന്നത്. ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നുമുള്ള 100ഓളം കവികളും സാമൂഹ്യ പ്രവർത്തകരും കാർണിവലിൽ പങ്കെടുക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, മീറ്റ് ദ പോയിന്റ്, കവിതാവതരണങ്ങൾ, സംവാദങ്ങൾ, പുസ്തക പ്രകാശനങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ, ഇൻസ്റ്റലേഷൻ, ആർട്ട് ഗാലറി, കുട്ടികളുടെ കാർണിവൽ, ദൃശ്യാവിഷ്കാരങ്ങൾ, സംഗീതാവിഷ്കാരങ്ങൾ, പുസ്തകോത്സവങ്ങൾ എന്നിവ 3 ദിവസങ്ങളിലായി നടക്കും. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പിച്ചളമുണ്ട പാറയ്ക്കൽ വീട്ടിൽ അനിൽകുമാറാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഞായറാഴ്ച രാത്രി മണ്ണാർക്കാട് നൊട്ടമല കയറ്റത്തിൽ അനിൽകുമാർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ലോറിയിൽ തട്ടിമറിയുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പോലീസിന് നൽകിയ വിവരം. മണ്ണാർക്കാട് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിനെ ആദ്യം മണ്ണാർക്കാടും പിന്നീട് പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ടോടെയായിരുന്നു അന്ത്യം.
മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വഴിത്തർക്കത്തിനെ തുടർന്നുള്ള വിരോധത്തിൽ പട്ടികജാതിയിൽപ്പെട്ടയാളെയും വീട്ടുകാരെയും മരവടി കൊണ്ട് തല്ലി ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും ശിക്ഷ. മീനാക്ഷിപുരം നല്ലനാടൻ ചള്ള മണികണ്ഠനെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷിച്ചത്. 2020 സെപ്റ്റംബർ 14-നാണ് കേസിനാസ്പദമായ സംഭവം. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട വിരോധത്തിൽ പരാതിക്കാരനായ മണികണ്ഠനെയും വീട്ടുകാരെയും പ്രതിയായ മണികണ്ഠൻ മരവടി കൊണ്ട് തല്ലി ഗുരുതരമായി പരിക്കേൽപ്പിച്ചുവെന്ന കേസിലാണ് ശിക്ഷ വിധിച്ചത്. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ 5 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴ അടയ്ക്കാനുമാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ എൻ ഷംസുദ്ദീൻ MLA നടപ്പാക്കുന്ന ഫ്ലൈം പദ്ധതിയുടെ ഭാഗമായി അംഗൻവാടികൾക്ക് കിടക്കകൾ വിതരണം ചെയ്തു. മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും അംഗൻവാടികളിലെ കുട്ടികൾക്ക് ഉച്ചവിശ്രമത്തിനായാണ് കിടക്കകൾ നൽകിയത്. മണ്ണാർക്കാട് നഗരസഭയിൽ 100 കിടക്കകളാണ് നൽകിയത്. ഇതിന്റെ ഉദ്ഘാടനം എൻ ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. നിയോജക മണ്ഡലത്തിൽ 5 ലക്ഷം രൂപയുടെ 625 കിടക്കകളാണ് വിതരണം ചെയ്യുന്നതെന്ന് MLA പറഞ്ഞു. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഒരു വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയാണ് ഫ്ലൈം, ഫ്യൂച്ചറിസ്റ്റിക് ലിങ്ക് ഫോർ അഡ്വാൻസ്മെൻറ്റ് ഓഫ് മണ്ണാർക്കാട് എഡ്യൂക്കേഷൻ. നമ്മൾ ഇതിനകം വിവിധ പദ്ധതികൾ ഫ്ലൈമിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുകയുണ്ടായി. കുട്ടികളുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങൾ, കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ MLA ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ ബസ്, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ പിന്നെ സ്കൂൾ കെട്ടിടങ്ങൾ, അങ്ങനെയുള്ള ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള പരിപാടികൾ നടന്നു വരികയാണ്. അപ്പോൾ അതിനിടയിൽ നമുക്ക് കണ്ടപ്പോൾ ആകർഷകമായി തോന്നിയ ഒരു സംഗതിയാണ് ഇവിടെ പ്രീ പ്രൈമറി കുട്ടികൾക്ക്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഇവിടെ നല്ല സ്മാർട്ടായ ക്ലാസ് റൂമുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ടായ അംഗനവാടിയുണ്ട്, സ്മാർട്ടാവാനിരിക്കുന്ന അംഗനവാടികളുണ്ട്. ചിലർക്ക് വാടക കെട്ടിടത്തിലൊക്കെ പ്രവർത്തിക്കുന്ന അംഗനവാടികൾ പഞ്ചായത്തിലൊക്കെ ഉണ്ട്. നഗരസഭയ്ക്കും വലിയ പഞ്ചായത്തുകളായ അലനല്ലൂർ, കോട്ടപ്പാടം എന്നിവയ്ക്കും 100 വീതവും മറ്റ് പഞ്ചായത്തുകൾക്ക് 75 വീതവും അട്ടപ്പാടി ബ്ലോക്കിൽ 200 ബെഡുകളുമാണ് നൽകുന്നത്. നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ കെ പ്രസീത, മാസിദ സത്താർ, അരുൺകുമാർ പാലകുർശി, കരുന്നിസ, ഖദീജ, സെക്രട്ടറി എം സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന തിരുവിഴാംകുന്ന് നാലീരിക്കുന്ന് റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനം എൻ ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. 475 മീറ്റർ ദൂരം ടാർ ചെയ്താണ് നവീകരിക്കുന്നത്. വർഷങ്ങളായി പൊളിഞ്ഞുകിടക്കുന്ന തിരുവിഴാംകുന്ന് നാലിരിക്കുന്ന് റോഡിന്റെ 475 മീറ്റർ ഭാഗമാണ് എൻ ഷംസുദ്ദീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവിൽ ടാർ ചെയ്ത് നവീകരിക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം MLA നിർവഹിച്ചു. ഈ പഞ്ചായത്തിൽ 200-300 ഗ്രാമീണ റോഡുകൾ ഓരോ പഞ്ചായത്തിലുമുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഫണ്ട് വളരെ കുറവാണ്. ഈ 3 പഞ്ചായത്തുകൾ വിചാരിച്ചാലും 3 തലത്തിലുള്ള പഞ്ചായത്തുകൾ വിചാരിച്ചാലും ഈ ഗ്രാമീണ റോഡുകൾ എല്ലാം ഗതാഗത യോഗ്യമാക്കുക എന്നുള്ളത് കഴിയാറില്ല. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി, ഗ്രാമപഞ്ചായത്ത് അംഗം ഒ ഇർഷാദ്, CJ രമേശ്, റഫീഖ് കോങ്ങത്ത്, ചേക്കുമാഷ്, ബഷീർ കോരത്ത്, ഇർഷാദ്, ഉമ്മർ വയമ്പൻ, ഇസ്മായിൽ മാട്ടാൻ, വി ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സ്കൂൾ യൂണിഫോം വസ്ത്രങ്ങൾ നിർമ്മാണ കമ്പനികൾക്ക് വലിയ തുകയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്നതിന് പകരം തയ്യൽ തൊഴിലാളികളെ ഏൽപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് A രാമകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിന്തൽമണ്ണ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സ്കൂൾ യൂണിഫോം വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിന് വൻ കമ്പനികൾക്ക് വലിയ കമ്മീഷൻ വ്യവസ്ഥയിൽ കൊട്ടേഷൻ കൊടുക്കുന്ന സ്ഥിതിയാണുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികൃതരും മാനേജ്മെന്റും അധ്യാപകരും ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് AKTS സംഘടന പറയുന്നു. ഈ പ്രവണത ഒഴിവാക്കി യൂണിഫോം വസ്ത്ര നിർമ്മാണം തയ്യൽ തൊഴിലാളികളെ ഏൽപ്പിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് A രാമകൃഷ്ണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ള വസ്ത്രം നിർമ്മിക്കുന്ന ഈ വിഭാഗത്തെ ഒരു രാഷ്ട്രീയ കക്ഷിയും ഒരു സംഘടന എന്ന രൂപത്തിൽ സംഘടിപ്പിക്കാൻ തയ്യാറാകാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരെപ്പോലെയും നമുക്കുമുണ്ട് ആവശ്യങ്ങളും ആവനാദികളും
എന്ന് മനസ്സിലാക്കി നമ്മളാൽ തന്നെ സംഘടിക്കപ്പെട്ട ഒരു സംഘടനയാണ് നമ്മുടെ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. നമുക്കറിയാം 42 വർഷം കഴിഞ്ഞ് നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ട് ഒട്ടേറെ സമര പോരാട്ടങ്ങളും നിയമ പോരാട്ടങ്ങളും നടത്തി ഈ രാജ്യത്ത് ഏറ്റവും നല്ല ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായി വളർന്നു വന്ന ഒരു സംഘടനയാണ് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധിയായ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടാണ് ഇന്ന് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ക്ഷേമനിധിയും മറ്റ് ആനുകൂല്യങ്ങളും ഇന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 86ഓളം സംഘടനകളുണ്ടെന്നാണ് വെപ്പ്. പക്ഷേ ഒരു സംഘടന പോലും തയ്യൽ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് വരെ കാര്യമായ ഒരു സമരവും നടത്തിയിട്ടുമില്ല, ഒരു ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുത്തിട്ടുമില്ല. തയ്യൽ തൊഴിലാളി രംഗത്ത് തയ്യൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ആ സംഘടന ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭരണാധികാരികളുടെ മുമ്പിൽ തയ്യൽ തൊഴിലാളികൾക്ക് ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വിഷയങ്ങളും ചർച്ച ചെയ്യാനും അത് പരിഹാരം കാണാനും നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് നമുക്ക് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. സംഘടനയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സംഘടിതമായി മുന്നോട്ടു പോകുമെന്നും ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ പറഞ്ഞു. AKTA ഏരിയ പ്രസിഡന്റ് PT രാജു കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം A സുബ്രഹ്മണ്യൻ സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി കരിമ്പനക്കൽ മുസ്തഫ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. RP നിമിഷ, N ഷൗക്കത്ത് ഉസ്മാൻ, സിദ്ദീഖ് ചേരിയിൽ, പിത്തത്ത് ജാഫർ, സിന്ധു അടൂർ, ജാസ്മിൻ വെറൈറ്റി, PK ജ്യോതിലക്ഷ്മി, T ഖദീജ, മുഹമ്മദ് അലി ആറങ്ങോടൻ, MK രാജി തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനയുടെ മികച്ച യൂണിറ്റ് പ്രവർത്തകർ, മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടുതൽ സജീവമാക്കിയവർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളെയും കൺവെൻഷൻ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് PT രാജു, സെക്രട്ടറി കരിമ്പനക്കൽ മുസ്തഫ, ട്രഷറർ ഷൗക്കത്ത് ഉസ്മാൻ എന്നിവർ തുടരും. 350ഓളം അംഗങ്ങൾ കൺവെൻഷനിൽ പങ്കെടുത്തു. ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറി. താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവം കൊണ്ടാടുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം നൽകി വരുന്ന പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അയ്യപ്പൻകാവിൽ ഉത്സവത്തിന് കൊടിയേറ്റിയത്. മേൽശാന്തി തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി. താന്ത്രിക ചടങ്ങുകൾക്കൊപ്പം ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിയാണ് 10 ദിവസത്തെ ഉത്സവം കൊണ്ടാടുന്നത്. നിത്യേന രാവിലെ പഞ്ചാരിമേളം, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്, വൈകിട്ട് നാഗസ്വരം, രാത്രി ശ്രീഭൂതബലി, കളമ്പാട്ട്, തായമ്പക മേളം എന്നിവ ക്ഷേത്രത്തിൽ നടക്കും. നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, തിരുവാതിരക്കളി, കഥകളി എന്നിവയും വിവിധ ദിവസങ്ങളിലായി അരങ്ങേറും. മാർച്ച് 2-ന് സമാദരണ സദസ്സ് നടക്കും. അയ്യപ്പൻകാവ് നൽകി വരുന്ന ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം പ്രസിദ്ധ തായമ്പക കലാകാരൻ കല്ലൂർ രാമൻകുട്ടിമാരാർക്ക് സമ്മാനിക്കും. പൂക്കാട്ടി രാമപൊതുവാൾ സ്മാരക എൻഡോമെൻ്റ് കുട്ടനെല്ലൂർ രാജന്മാരാർക്കും ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എൻഡോമെൻ്റ് രാമപുരം കുഞ്ഞികൃഷ്ണന്മാരാർക്കും നൽകും. ക്ഷേത്രം മുൻ തന്ത്രിയായിരുന്ന അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ പേരിൽ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ വകയായി ചികിത്സാ ധനസഹായവും ഈ വർഷം മുതൽ നൽകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. വള്ളൂനാടിൻ്റെ ഉത്സവം എന്ന പ്രസിദ്ധമായിട്ടുള്ള മലബാറിലെ ശബരിമല എന്നുകൂടി അറിയപ്പെടുന്ന ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ ദശദിന ഉത്സവം ഇന്നലെ വൈകിട്ട് കൊടികേറി ആരംഭിച്ചിരിക്കുകയാണ്. 10 ദിവസമാണ് നമ്മുടെ ഉത്സവം. പ്രസിദ്ധമായിട്ടുള്ള ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ 8ാം വിളക്ക് മാർച്ച് 4-ാം തീയതി, 5-ാം തീയതി പള്ളിവേട്ട, 6-ാം തീയതി ആറാട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുക. ഈ 10 ദിവസങ്ങളിലും ക്ഷേത്ര ചടങ്ങുകൾ, അതിനു പുറമെ പുറത്തെ വേദിയിലെ കലാപരിപാടികൾ, ഇന്നും രാവിലെ 11 മണി മുതൽ മഹാ അന്നദാനം. നമ്മൾ എത്ര ജനങ്ങൾ വന്നാലും അവർക്കെല്ലാം പ്രസാദമൂട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 8ാം വിളക്കാണ് അയ്യപ്പൻകാവിലെ ഉത്സവത്തിൽ ഏറ്റവും പ്രധാനമായ ദിവസം. അന്ന് എല്ലാ ദേശവാസികൾക്കും ദേശപ്പകർച്ച,
ഏകദേശം കഴിഞ്ഞ വർഷം നമ്മൾ 91 പറ അരിയുടെ കഞ്ഞി, 800 കിലോ മുതിരയുടെ പുഴുക്ക്, അതിനനുസരിച്ചുള്ള മാങ്ങാക്കറി, ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും പകർച്ച. അതിനു പുറമെ 9 മണി മുതൽ കഞ്ഞി സദ്യ ആരംഭിക്കും, 3-3:30 മണി വരെ. എത്ര ജനങ്ങൾ വന്നാലും അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് എട്ടാമളക്കിൻ്റെ ഒരു പ്രാധാന്യം. മാർച്ച് 2-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് സമാദരണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ചെർപ്പശ്ശേരി അയ്യപ്പൻകാവ് ഏർപ്പെടുത്തിയിട്ടുള്ള ശ്രീധർമ്മശാസ്ത്ര പുരസ്കാരം പ്രശസ്ത തായമ്പക കലാകാരൻ ശ്രീ കല്ലൂർ രാമൻകുട്ടി മാരാർക്കും, അതേ വേദിയിൽ വെച്ച് ക്ഷേത്രം തന്ത്രിയായിരുന്ന ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്രശർമ്മൻ നമ്പൂതിരിപ്പാടിൻ്റെ സ്മരണാർത്ഥം അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുള്ള ചികിത്സാ സഹായമുണ്ട്. അത് കൊളത്തൂർ ദീപു എന്നൊരു യുവാവിനാണ്. അദ്ദേഹം കിഡ്നി മാറ്റിവെക്കാൻ ഉള്ള സഹായത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ തന്ത്രിയുടെ സ്മരണാർത്ഥമുള്ളൊരു ചികിത്സാ സഹായം നൽകുന്നുണ്ട്. കൂടാതെ പൂക്കാട്ടിരി രാമപൊതുവാൾ സ്മാരക എൻഡോൺമെൻറ്റ് കുട്ടനല്ലൂർ രാജന്മാരാർ എന്ന വാദ്യകലാകാരനും, ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ സ്മാരക എൻഡോൺമെൻറ്റ് രാമപുരം കുഞ്ഞികൃഷ്ണമാരാർ എന്നുള്ളൊരു കലാകാരന് നൽകുന്നു. ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ M.R. മുരളി അവർകളാണ് ഈ അവാർഡുകൾ വിതരണം ചെയ്യുന്നത്. എല്ലാ ഭക്തജനങ്ങളും 10 ദിവസവും നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി മാർച്ച് 3-ന് 7-ാം വിളക്ക് ദിവസം സംഗീതോത്സവം, ഗ്രാൻഡ് മ്യൂസിക് ഫ്യൂഷൻ എന്നിവയും നടക്കും. മാർച്ച് 4-ന് പ്രധാന ചടങ്ങായ 8-ാം വിളക്ക് ആഘോഷിക്കും. രാവിലെ പഞ്ചാരിമേളം, തുടർന്ന് 11-ന് കഞ്ഞി സദ്യ, ഉച്ചയ്ക്ക് ശേഷം കാഴ്ചശീവേലി എന്നിവയുണ്ടാകും. 5-ന് രാത്രി 8-ന് പള്ളിവേട്ട, 6-ന് രാത്രി 7:30-ന് ആറാട്ട് എന്നിവയോടെ ഉത്സവം സമാപിക്കും. കടമ്പഴിപ്പുറം പുലാപ്പറ്റ ചെറുനാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. വിവിധ കമ്മിറ്റികളുടെ വർണ്ണശബളമായ വേലവരവ് ഉത്സവത്തിന് മാറ്റുകൂട്ടി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് 2-ന് ആൽത്തറമേള നടന്നു. 6-ന് വിവിധ വേലകൾ ക്ഷേത്ര മൈതാനിയിൽ അണിനിരന്നു. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പോടെ പകൽപൂരം സമാപിച്ചു. മഞ്ഞൾ നീരാട്ട്, കൊടിയിറക്കം എന്നിവയോടെ ഈ വർഷത്തെ പൂരമഹോത്സവം സമാപിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. എടത്തനാട്ടുകര ടൗണിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പൂർണ്ണമായി പ്രകാശിക്കുന്നില്ല. 12 LED ലൈറ്റുകളുള്ളതിൽ ചിലത് മാത്രമാണ് പ്രകാശിക്കുന്നത്. ഈ ലൈറ്റ് പകലും കത്താറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. N. ഷംസുദ്ദീൻ MLAയുടെ 2015-16 വർഷത്തെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചതാണ് ഈ ഹൈമാസ്റ്റ് ലൈറ്റ്. പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകേണ്ട ലൈറ്റ് ഇപ്പോൾ നോക്കുകുത്തി മാത്രമാണ്. 12 LED ലൈറ്റുകളുള്ളതിൽ ചിലതു മാത്രമാണിപ്പോൾ പ്രകാശിക്കുന്നത്. ചിമ്മിനി വിളക്കിൻ്റെ വെട്ടം പോലും ഇതിനില്ല. ചില സമയങ്ങളിൽ ഈ ലൈറ്റുകൾ പകലും കത്താറുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കടകൾ അടച്ചു കഴിഞ്ഞാൽ കോട്ടപ്പള്ള ടൗൺ ഇപ്പോൾ പൂർണ്ണമായും ഇരുട്ടിലാണ്. ഈ മറപറ്റി മോഷണവും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും നടക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ലൈറ്റിൻ്റെ നവീകരണ ചുമതലയുള്ള ഗ്രാമപഞ്ചായത്ത് നന്നാക്കാൻ തയ്യാറാകുന്നില്ലെന്നതാണ് അറിയാൻ കഴിയുന്നത്. പെരിന്തൽമണ്ണ, മണ്ണാർക്കാട്, കോഴിക്കോട്, മഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും രാത്രി വൈകിയും എടത്തനാട്ടുകരയിലേക്ക് ബസ് സർവീസ് ഉള്ളതിനാൽ നിരവധി യാത്രക്കാരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവരെല്ലാം ഇപ്പോൾ കടകളിൽ നിന്നുള്ള വെട്ടം ആശ്രയിച്ചാണ് നിൽക്കുന്നത്. കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം വർദ്ധിപ്പിക്കാൻ റോബോട്ടും. ശ്രീകൃഷ്ണപുരം വലമ്പിലിമംഗലം ALP സ്കൂളിലാണ് വിജ്ഞാനവും കൗതുകവും പകരുന്ന ഈ കാഴ്ച. കുട്ടികൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഇംഗ്ലീഷിൽ തന്നെ ഈ റോബോട്ട് മറുപടി നൽകും. Palakkad, also known as Palakkad, historically known as Palakkadu City, is a city and municipality in the Indian state of Kerala. It is the administrative headquarters of Palakkad district. Alexa, who is the first Prime Minister of the
The first Prime Minister of India was Jawaharlal Nehru. Alexa, which country are the Giza Pyramid in? From vintagemartin.com. Many early Martin and Cooper guitars have a pyramid style bridge, such as those seen on early guitars from Spain. വലമ്പിലിമംഗലം ALP സ്കൂളിൽ ഇംഗ്ലീഷ് പഠനം ഇപ്പോൾ കുട്ടികൾക്ക് രസകരമാണ്. അധ്യാപകർ മാത്രമല്ല, കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഒരു റോബോട്ടുമുണ്ട് ഇവിടെ. വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷ പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് സ്വതന്ത്രമായി ഇംഗ്ലീഷ് സംസാരിക്കാനും പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനുമായി സ്കൂൾ അധികൃതരും PTA ചേർന്ന് വികസിപ്പിച്ചെടുത്ത കിട്ടു എന്ന വിളിപ്പേരുള്ള അലക്സ ആണ് ഇപ്പോൾ സ്കൂളിലെ താരമായി മാറിയിരിക്കുന്നത്. കുട്ടികൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും കിട്ടു എന്ന ഈ കൂട്ടുകാരൻ ഉത്തരം നൽകും. അലക്സ എന്ന ഡിവൈസ് വൈഫൈ മുഖേന മൊബൈലുമായി ബന്ധപ്പെടുത്തിയാണ് ഈ റോബോട്ടിൻ്റെ പ്രവർത്തനം. What is the sensitive organ in our body? From protonstop.com. The most sensitive organ in our body is skin. Did that answer your question? കുട്ടികളുടെ സംശയങ്ങൾക്ക് പുറമെ അവർക്ക് കേൾക്കേണ്ട പാട്ടുകൾ, മറ്റു കാര്യങ്ങൾ തുടങ്ങി അവർ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉചിതമായ മറുപടി കിട്ടുവിൻ്റെ കയ്യിലുണ്ട്. കിട്ടുവിൻ്റെ ശബ്ദം ഉച്ചത്തിൽ എല്ലാവർക്കും കേൾക്കുന്നതിനായി ബ്ലൂടൂത്ത് വഴി സ്കൂളിലെ സൗണ്ട് സിസ്റ്റവുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണിത്. ഈ ഇംഗ്ലീഷ് കൂട്ടുകാർ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം ഇംഗ്ലീഷിൽ ലഭിക്കും. അതുകൊണ്ട് കുട്ടികൾ ഇത് വളരെ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അലക്സ നൽകുന്ന ഉത്തരം ശ്രദ്ധാപൂർവം കേൾക്കാനും അവരുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇതിലൂടെ കഴിയുന്നുണ്ട്. കുട്ടികളുടെ ഒരു വിനോദ ഉപാധി കൂടിയായിട്ട് ക്ലാസ്സിലെ അധ്യാപകരുടെ ഒരു പഠന സഹായിയായിട്ടുമൊക്കെ അലക്സ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് സ്കൂൾ ബാഗും യൂണിഫോമും ടാഗും അണിഞ്ഞ ഈ കൂട്ടുകാരനെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവരുടെ ഇംഗ്ലീഷ് പഠന സഹായി എന്നതിലപ്പുറം കൂട്ടുകാരനോടെന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും മത്സരിക്കുകയാണ് സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികളും. ന്യൂസ് ബ്യൂറോ, ശ്രീകൃഷ്ണപുരം. ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനു വേണ്ടി മെഡൽ നേടിയ താരങ്ങളെ ആദരിച്ചു. പെരിന്തൽമണ്ണ ഏലംകുളത്താണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. മുംബൈയിൽ നടന്ന ദേശീയ മിക്സ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി ഗോൾഡ്, സിൽവർ മെഡലുകൾ നേടിയ കേരള താരങ്ങളെ കേരള സ്റ്റേറ്റ് മിക്സ് ബോക്സിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ആശുപത്രി ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ P. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അനിത പള്ളത്ത്, കേരള സ്റ്റേറ്റ് മിക്സ് ബോക്സിംഗ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി MP. സുബ്രഹ്മണ്യൻ, ചീഫ് ടെക്നിക്കൽ ഡയറക്ടർ ഹരീഷ് തൃത്താല, BJP ഏലംകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മധുസൂദനൻ, യുവഗായകൻ രമേശ് ഭട്ട്, സ്പോർട്സ് അക്കാദമി കേരള മാനേജർ ജയരാജ് ഏലംകുളം, ഏഷ്യൻ കരാട്ടെ ചീഫ് ഡോക്ടർ ആദിത്യൻ അനിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് 3 മാസത്തെ കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയ ഏലംകുളത്തെ വിദ്യാർത്ഥികൾക്കുള്ള ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റും നടന്നു. ഏഷ്യൻ കരാട്ടെ ചീഫ് ആദിത്യൻ അനിൽ തിരുവനന്തപുരം ടെസ്റ്റിന് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം തുടങ്ങി CPM. മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി V. വസീഫ് മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. പാലക്കാട്ടെ സ്ഥാനാർത്ഥി A. വിജയരാഘവന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം തുടങ്ങി അണികൾ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ഭരണം തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തീരുമാനിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗിന് എത്ര സീറ്റെന്നല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിനായി ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ. വല്ലപ്പുഴയിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 45 ലക്ഷം രൂപ കവർച്ച ചെയ്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പ്രധാന പ്രതി കോങ്ങാട് തോട്ടുപാലം സ്വദേശി ബിജീഷിനെയാണ് പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇതോടെ 7 ആയി. കവിതയുടെ വസന്തം വിടർത്തി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ കവിതാ കാർണിവൽ തുടങ്ങി. 3 ദിവസത്തെ കാർണിവൽ കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. 100ഓളം കവികളും സാമൂഹ്യ പ്രവർത്തകരുമാണ് കവിതാ കാർണിവലിൽ പങ്കെടുക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.